അവിഹിത ബന്ധങ്ങൾ, അവിഹിത കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാകുന്ന കശപിശയിൽ ഈ അവിഹിതത്തിന് വലിയൊരു പങ്ക് തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു ഭർത്താവ് ഒരു ഭാര്യയെ കാറിൽ വെച്ച് തീ കൊടുത്തി കൊലപ്പെടുത്തിയ വാർത്ത നമ്മളൊക്കെ ഏറെ നട്ടലോട് കൂടിയിട്ടായിരുന്നു കേട്ടിരുന്നത്. അദ്ദേഹത്തിന് ആ ഭാര്യയോടുള്ള ഒരു അവിഹിതമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ഒരു രീതിയിലാണ് ആ സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സ്വന്തം അമ്മ തന്നെ അത് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ കാണുകയുണ്ടായി. ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മകളും അമ്മയും ഒക്കെ വന്ന് അവരുടെ തെറ്റായിട്ടുള്ള പ്രവൃത്തി മൂലം മനംനൊന്താണ് ആ വ്യക്തി ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വന്തം അമ്മ തന്നെ മകൾക്കെതിരെ ഇങ്ങനെയുള്ള ഒരു കാര്യം പറയണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും വാസ്തവമുണ്ട്. ഒരു ദാമ്പത്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും പല ദാമ്പത്യ ബന്ധങ്ങളും തകരുന്നത്. ഭാര്യയെ ഭർത്താവ് വഞ്ചിക്കുന്നതും ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നതും ഒക്കെ തെറ്റ് തന്നെയാണ്. ഇവിടെ ഒരു ദാമ്പത്യം എന്നത് ഒരു കൂട്ട് കച്ചവടം പോലെയാണ്. ആ കൂട്ട് കച്ചവടത്തിൽ ഒരാൾ മോഷ്ടിക്കുന്ന രീതിയിലേക്ക് ചെല്ലുമ്പോൾ, അതായത് ആ കച്ചവടത്തിൽ ഒരാൾ മോഷ്ടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കച്ചവടത്തിൽ വലിയൊരു നഷ്ടം സംഭവിക്കും. നേരെ മറിച്ച് രണ്ടുപേർക്കും ഒരു വിശ്വാസയോഗമായി നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ ആ കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞത് രണ്ടുപേരും പരസ്പരം വഞ്ചിക്കാതെ തരത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ ആ ദാമ്പത്യത്തിന് സന്തോഷം ഉണ്ടാവൂ. അല്ലാതെ ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുമ്പോഴും ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചെന്നു. ഈ അവിഹിത ബന്ധം, അതായത് ഇപ്പൊ ഒരു ദാമ്പത്യ ബന്ധം നടക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു ബന്ധം കൂടി അതിൽ മൂന്നാമതൊരാളായിട്ട് വരുന്ന സമയത്ത് ഒരാളുടെ രംഗപ്രദർശനം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. ആ വ്യക്തി ഒരുപാട് കാലം ക്ഷമിച്ചു എന്നാണ് ആ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സ്വന്തം അമ്മ തന്നെ പറഞ്ഞത്. ഒരുപാട് തവണ അവർക്ക് താക്കീത് നൽകിയതാണ് അവരുടെ ഒരു വെടിവെട്ട ബന്ധത്തിൽ. പക്ഷെ ആ സ്ത്രീ അതൊന്നും ഗൗനിക്കാതെ ആ ബന്ധം തുടരുകയും ആ ഭർത്താവിന് പ്രകോപനമാകുന്ന തരത്തിലേക്ക് ചെന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ദാരുണമായ സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്.